മാർത്തോമാ ശ്ലീഹായുടെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനം വിവരിക്കുന്ന ഒരു കൃതിയാണ് റമ്പാൻ പാട്ട്. തോമസ് ശ്ലീഹായുടെ ശിഷ്യനായിരുന്ന തോമസ് മാളിയേക്കൽ ഇത് രചിച്ചു എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. 448 വരികളുള്ള സുദീർഘമായ ഒരു ഗീതമാണ് റമ്പാൻ പാട്ട്. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ദൈവാലയവും ഇവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്ന തിരുശേഷിപ്പും ഈ പ്രദേശവാസികളുടെ ആശാകേന്ദ്രവും അഭയസ്ഥാനവുമാണ്. വിശുദ്ധനിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അതിലെ ഏതാനും ചില ഈരടികൾ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവതിനടിയനു തുണയരുളണമേ. അരുൾമാർഗത്തിൻ ഗുരുവരനാകിന മമനാമകനാം മാർത്തോമാ പെരുമാൾ ചോഴൻ്റാളായുള്ളോരാവാനോടു സഹിതം കൂടി അറബിയായിൽ കപ്പൽ കയറി മാലിയങ്കരെ വന്നെത്തിയതാ അറിവിൻ പറവൻ വിശിഖാകാലം 50 ധനുവം രാശിയതിൽ അതിശയകൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിനുടെ ശേഷം ദ്രുതഗതി കൊണ്ടു ഉടനെ മൈലാപ്പൂരെത്തി. 1 മാസത്തിനിടയിൽ തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ തിരുവഞ്ചിക്കുളത്തരജൻ മരുമകനാദേശത്തിൽ ചെന്നെത്തി. തൃക്കാൽ മുത്തി അപേക്ഷ കഴിച്ചു കപ്പലിൽ യാത്രയവർ ചെയ്തു. തർക്കം കൂടാതമ്പത്തൊന്നാം ധനുവിൽ മാലിയങ്കരെ വന്നു. ഒന്നര വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കൈക്കൊണ്ടു. വന്ദനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ ശ്രീവായോടെ ആലയവും. 1000 പേരെ മാമോദീസായും മുക്കി. ആരാധനകൾക്കായൊരു ശ്രീവ സ്ഥാപിച്ചു താനവിടത്തിൽ. പല നിഷ്ഠൂരതയോരോന്നെല്ലാം മാർത്തോമായോടവർ ചെയ്തു. വലിയൊരു ശൂലമെടുത്തൊരു ക്രൂരൻ ബലമായി നെഞ്ചിൽ ശ്ലീഹായെ കുത്തിക്കൊണ്ടവരോടിയൊളിച്ചു. എംബ്രാന്മാരായവരെല്ലാം മാർത്തോമാ കടലോരക്കാട്ടിൽ കല്ലിൽ വീണു പ്രാർത്ഥിച്ചു. എന്നോട് മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാവും. എന്നോട് മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാവും. എന്നോട് കബറിൽ വന്ദനം ചെയ്യുവോർക്കെല്ലാ നന്മകൾ ഞാൻ ചെയ്യും. എന്നോട് കബറിൽ വന്ദനം ചെയ്യുവോർക്കെല്ലാ നന്മകൾ ഞാൻ ചെയ്യും.